നമസ്കാരം. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കുന്നതിനായി ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ന്യൂനപക്ഷങ്ങൾക്കെതിരായ നരഹത്യയായി ആളിക്കത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളായിരുന്നു. പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ ഉന്മൂലനമായിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ പ്രധാന ലക്ഷ്യം. നിരവധി ഹിന്ദുക്കൾ പൊതുയിടങ്ങളിൽ വച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും തകർക്കപ്പെട്ടു. ഹിന്ദു സന്യാസികളെ പോലും സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിയ മുഹമ്മദ് യൂനുസ് വെറുതെ വിട്ടില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ കൽത്തുറങ്കിലടച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ വിഷയത്തിൽ വലിയൊരു സംഭവ വികാസം തന്നെ ഉണ്ടായിരിക്കുകയാണ്. ചിന്മയ് കൃഷ്ണദാസിന്റെ മോചനത്തിനായും ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും ഇടപെടണമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ബംഗ്ലാദേശ് ഹിന്ദുക്കൾ. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് മെമ്മോറാണ്ടവും സമർപ്പിച്ചു. ഇസ്ലാമിസ്റ്റ് ശക്തികളിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് സമാനതകളില്ലാത്ത അസ്തിത്വ ഭീഷണി നേരിടുന്നു എന്നാണ് അമേരിക്കയിലെ ബംഗ്ലാദേശി സമൂഹം ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. ട്രംപിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും നേരിടുന്ന ഭീഷണികൾ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയിരിക്കുന്ന ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ ഉടൻ മോചിപ്പിക്കണമെന്ന് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലാണ് ട്രംപിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ട്രംപ് പരസ്യമായി താൽപര്യം പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ച് യൂണിറ്റ് സർക്കാരിനെ ട്രംപ് കണക്കറ്റ് വിമർശിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ജനക്കൂട്ടം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരായ ക്രൂരമായ ആക്രമത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. ബംഗ്ലാദേശ് മൊത്തം അരാജകത്വത്തിൽ തുടരുന്നു. ട്രംപ് കഴിഞ്ഞ മാസം ദീപാവലി സന്ദേശത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ വിഷയത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. മറ്റ് രാജ്യങ്ങളിൽ സൈനിക നടപടിക്ക് പോലും മടിക്കാത്ത അമേരിക്ക ബംഗ്ലാദേശിൽ എത്താനുള്ള തീപ്പൊരിയായി ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട മെമ്മോറാണ്ടം മാറുവാനും സാധ്യതയുണ്ട്. നവംബർ 25-ന് ധാക്കയിലെ ഹസ്രത് ഷാ ജലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ദാസ് അറസ്റ്റിലായത്. രാജ്യത്തിന്റെ ദേശീയ പതാകയെ അനാദരിച്ചു എന്നാരോപിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടതിനാൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ചിറ്റഗോങ്ങിലെ ഒരു കോടതി അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുകയായിരുന്നു. ജനുവരി 2-നാണ് കേസിൽ അടുത്ത വാദം കേൾക്കുന്നത്. ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചുവെന്നാരോപിച്ച് ഒക്ടോബറിൽ ചിറ്റഗോങ് നഗരത്തിൽ ഒരു വലിയ റാലി നയിച്ചതിന് ദാസിനെതിരെ കേസെടുത്തിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.